പഞ്ചാബിൻ്റെ പൈതൃകവും പഞ്ചാബിയുടെ അതിഥി സൽക്കാരവും കൂടിയിരിക്കുന്ന അമൃത്സറിൻ്റെ പ്രശസ്തമായ ഭക്ഷണക്കളരികളിലേക്കാണ് നമുക്ക് സഞ്ചരിക്കാനിരിക്കുന്നത്. ഈ നഗരത്തിൻ്റെ ഓരോ തെരുവിനും ഓരോ രുചിയുണ്ട്. ആദ്യം നമ്മൾ എത്തിയത് ഭായ് കുൽവന്ത് സിംഗിൻ്റെ കുൽച്ച ഷോപ്പിലാണ്. 1940-കളിൽ തുടങ്ങിയതു മുതൽ കുൽച്ച മാത്രം വിൽക്കുന്ന കട. പലതരത്തിലുള്ള കുൽച്ചകളുണ്ടത്രേ. ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ലാത്തതുകൊണ്ട് ഒരു ആലു കുൽച്ചയും ഒരു പനീർ കുൽച്ചയും ഓർഡർ ചെയ്തു. ഉരുട്ടി റെഡിയാക്കി വച്ചിരിക്കുന്ന മാവിൽ തയ്യാറാക്കി വച്ചിരിക്കുന്ന പ്രത്യേക രീതിയിലുള്ള മസാല വച്ച് പരത്തി ക്ലേ ഓവനിൽ ചുട്ടെടുക്കുന്ന ഒരു ഐറ്റം. ചൂടു കുൽച്ചയിൽ ഒരു വലിയ വെണ്ണക്കഷ്ണം, ഒപ്പം ഒരു കറിയും മിക്സഡ് വെജിറ്റബിൾ പിക്കിളും. വിശാലമായൊരു പുഞ്ചിരിയോടൊപ്പമാണ് ഇത് സെർവ് ചെയ്യുന്നത്. അതും ഈ നഗരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കുൽച്ചകൾ ടേസ്റ്റ് ചെയ്തു നോക്കി. പുറമേ വളരെ ക്രിസ്പി ടെക്സ്ചർ, പൊട്ടിക്കുമ്പോൾ തന്നെ ശബ്ദം കേൾക്കാം. എന്നാൽ അകത്ത് അത്രയും മൃദുവായ ഘടന. ഇതിൻ്റെ കറിയും മികച്ചതാണ്. ഒരു സ്പൈസി സോർ സ്വീറ്റ് ബാലൻസ്, പെർഫെക്റ്റ് സിംഫണി. ഇത് ഗുർദാസ് റാം ജലേബി വാല. ഇവിടെ ഒരാൾ സ്പൈറൽ ആകൃതിയിൽ തുടർച്ചയായി ജിലേബികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ചൂടോടെ ഷുഗർ സിറപ്പിലിടുന്നു. മറ്റൊരാൾ ഗുലാബ് ജാമുൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എക്സ്ട്രാ സൈസുള്ള ഗുലാബ് ജാമുനാണിത്. കിക്കായി പോകും. മധുരം ഇവിടത്തുകാർക്ക് മസ്റ്റാണെന്ന് തോന്നും. ഈ തെരുവുകളിൽ ചുറ്റിയടിക്കുന്ന വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞു പോകുന്നവരെല്ലാം എന്തെങ്കിലുമൊക്കെ മധുരം പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. ഇത് അമൃത്സറിലെ കേസർദ ധാബ. 1916-കളിൽ തുടങ്ങിയ ഒരു കടയാണിത്. ഇവിടെ നിന്നും ഞങ്ങൾ ട്രൈ ചെയ്തത് ഒരു സ്പെഷ്യൽ താലിയാണ്. വിവിധ ലെയറുകളുള്ള ബട്ടറിൽ കുതിർന്ന സോഫ്റ്റ് ലാച്ച പറാട്ടയും സ്ലോ കുക്ക് ചെയ്തെടുത്ത കറികളും. സൂപ്പർ ടേസ്റ്റി. പിന്നീട് ചുറ്റുമൊന്ന് നോക്കിയപ്പോൾ എല്ലാവരും ചെറിയ മൺപാത്രത്തിൽ എന്തോ വാങ്ങിയിരിക്കുന്നു. എന്നാൽ അതും വേണമെന്നായി. ഫിർനി, ഒരു പ്രത്യേക റൈസ് പുഡിംഗ്. അടിപൊളി. ഇത് മഖാൻ ചിക്കൻ ആൻഡ് ഫിഷ് കോർണർ. ഇവിടത്തെ നോൺ വെജ് ഫുഡ് ലവേഴ്സിൻ്റെ ഇഷ്ടസ്ഥലം. തന്തൂരി ചിക്കൻ ട്രൈ ചെയ്തു. വളരെ സ്വാദിഷ്ടമായിരുന്നു. ഇത് ഗ്യാൻദി ലസ്സി. 1927-ൽ ആരംഭിച്ച ഈ ഷോപ്പ് ഇന്നും പഞ്ചാബി രുചിയുടെ അതിവിശിഷ്ട പ്രതീകമാണ്. അമൃത്സറിൽ എത്തുന്നവർക്ക് ഇത് കഴിക്കാതെ മടങ്ങാനാകില്ലെന്ന് തോന്നും ഇവിടത്തെ തിരക്ക് കണ്ടാൽ. നമ്മുടെ കൺമുന്നിൽ വെച്ചാണ് ഇവർ ലസ്സി ഉണ്ടാക്കുന്നത്. ഒരാൾ തുടർച്ചയായി ഒരു പാത്രത്തിൽ ലസ്സി മിക്സ് ചെയ്യുന്നുണ്ടാകും. മറ്റൊരാൾ ലസ്സി സെറ്റ് ചെയ്യും. ഇവിടത്തെ ലസ്സി അതൊരിക്കലും വാട്ടറി അല്ല, വളരെ തിക്കാണ്. നാച്ചുറൽ സ്വീറ്റ്നെസ് ഉള്ളത്. ഇവിടെ ഫുൾ ലസ്സിയും ഹാഫും കിട്ടും. ഒരാവേശത്തിന് ഫുൾ പറഞ്ഞെങ്കിലും അതൊരെടുത്തുചാട്ടമായിപ്പോയി. ഇത്രയും ക്രീമിയായ ഒന്ന് കഴിച്ചു തീർക്കാൻ കുറച്ചു ബുദ്ധിമുട്ടി. ഇതാണ് നമ്മുടെ അമൃത്സറിലെ രുചിയുടെ യാത്ര. ഇവിടുത്തെ വിഭവങ്ങൾ പോലെ തന്നെ ഇവ സെർവ് ചെയ്യുന്ന മനുഷ്യരുടെ സന്ദേശം നമുക്ക് മനസ്സിലാവും. ഭക്ഷണം വെറും വയറു നിറയ്ക്കാനുള്ളതല്ല, ഹൃദയം നിറയ്ക്കാനുള്ളതാണ്.